ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ ഓപ്പറേഷനെ പറ്റിയാണ്. അതായത് കുട്ടി പിറക്കുന്നതിന് മുമ്പ് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നമുക്കെങ്ങനെ ചില അസുഖങ്ങൾ ഭേദപ്പെടുത്താൻ സാധിക്കും. ഇത് പ്രധാനമായിട്ടും നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ ഓർക്കാനുണ്ട്. ഒന്ന്, നമ്മളിത് ചെയ്യുന്നത് അമ്മയുടെ വയറ്റിൽ കൂടി ഒന്നുമില്ലെങ്കിൽ കീ ഹോളായിട്ടോ അല്ലെങ്കിൽ വയറ് തുറന്നോ കുട്ടിയുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ അടുത്ത് ചെന്ന് ആ കുട്ടിയുടെ ശരീരത്തിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അമ്മയ്ക്കും കുട്ടിക്കും ഇതിൻ്റെ ഒരു ഡേഞ്ചർ അല്ലെങ്കിൽ നമ്മളൊരു മോബിഡിറ്റി എന്ന് പറയും ഉണ്ട്. ഇനി അമ്മയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവം നേരത്തെ ആവാം, അനസ്തീഷ്യ വേണം അമ്മയ്ക്ക്. അതിൻ്റെ പ്രശ്നങ്ങൾ സാധാരണ ഏത് ഓപ്പറേഷനെ പോലെ അനസ്തീഷ്യ കൊടുക്കണം, വയറ് തുറക്കണം. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അത് കൂടാതെ നമ്മളിത് ഓപ്പറേഷൻ ചെയ്താലും സാധാരണഗതിയിൽ ഒരു 14-16 ആഴ്ച കഴിയുമ്പോൾ അമ്മയ്ക്ക് പ്രസവിക്കാനുള്ള പ്രസവവേദന തുടങ്ങും. ഇനി അത് ഇല്ലെങ്കിൽ തന്നെ ചിലപ്പം നേരത്തെ തന്നെ പ്രസവവേദന അബോർഷനായി പോയെന്നിരിക്കും. അപ്പോൾ ഇതൊരു ഡേഞ്ചറാണ്. വെച്ചാൽ നമ്മൾ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പോയിട്ട് കുട്ടിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ അമ്മയുടെ വയറ് നമ്മൾ തുറന്ന് ഗർഭപാത്രം തുറന്ന് ഇത് ചെയ്യുമ്പോൾ പിന്നീട് ഒരു പ്രസവം വരുമ്പോൾ പിന്നീടുണ്ടാകുന്ന പ്രസവത്തിൽ ഈ ഗർഭപാത്രം നമ്മൾ തുറന്ന് അടച്ച ഭാഗത്ത് ഒരു സ്കാർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ശരീരം തുറന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മുറിവിൻ്റെ ഒരു പാട് വരില്ലേ, അതുപോലെ ഗർഭപാത്രത്തിലും ഒരു പാടുണ്ടാവും. അപ്പോൾ ആ പാട് പൊട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതുവരെ ലോകത്ത് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ സംഭവിക്കാവുന്നതാണ്. അതായത് സമയത്ത് ഇപ്പോൾ പ്രസവവേദന തുടങ്ങി ഉടനെ ഒരു ആശുപത്രിയിൽ എത്തിയില്ലെങ്കിൽ ഡിലേ വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടാനുള്ള ഒരു ഗർഭപാത്രം പൊട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ പുറത്തുള്ള ഓപ്പറേഷൻ കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇത് ചെയ്ത ആശുപത്രിയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള വേറൊരു ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ താമസിക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 1-2 മണിക്കൂറിൻ്റെ അകത്ത് ചെന്നെത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് താമസിക്കേണ്ടി വരും. കാരണം ഒത്തിരി ദൂരെയാണെങ്കിൽ 5-6 മണിക്കൂർ എടുക്കും വരാമെങ്കിൽ വേദന തുടങ്ങി ഇവിടെ എത്തുമ്പോഴേക്കും ചിലപ്പം ഈ ഗർഭപാത്രത്തിൻ്റെ ആ സ്കാർ ചിലപ്പം പൊട്ടാനുള്ള സാധ്യതയുണ്ട്. 3, ഇതിന് അനസ്തീഷ്യ കൊടുക്കുമ്പോൾ സാധാരണ അനസ്തീഷ്യക്കാളും കൂടുതൽ നമ്മൾ അനസ്തീഷ്യ കൊടുക്കണം. എന്നുവെച്ചാൽ അമ്മയ്ക്ക് ഉള്ള അനസ്തീഷ്യ, കാരണം അമ്മയ്ക്കിനെ നല്ലോണം അനസ്തീഷ്യ ഇത് ഡീപ്പാക്കിയാൽ നമ്മൾ പറയും ഡെപ്ത്ത് അനസ്തീഷ്യയുടെ. അപ്പോൾ അത്രയും കൊടുത്താലേ ഈ ഗർഭപാത്രം ഒന്ന് റിലാക്സ് ചെയ്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് തളർന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടീനെ എടുക്കുമ്പോഴേക്കും ഗർഭപാത്രം ചുരുങ്ങുവാണെങ്കിൽ ആ മറുപുള്ള ഗർഭപാത്രത്തിൽ നിന്നും വിട്ടുപോകും. അപ്പോൾ കുട്ടിക്കുള്ള രക്തോട്ടം നിന്നു പോകും. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് നല്ലോണം ഡീപ്പായിട്ടുള്ള അനസ്തീഷ്യ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ബ്ലഡ് പ്രഷർ കുറയും. അപ്പോൾ ബ്ലഡ് പ്രഷർ കൂട്ടാനുള്ള മരുന്നുകൾ കൊടുക്കണം, ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പം ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന്, ഇപ്പോൾ ഒരു ഹെർണിയുടെ ഓപ്പറേഷനോ ഒരു അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷനോ പോലെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. വളരെ ചിന്തിച്ചിട്ട് അതിൻ്റെ ഗുണവും ദോഷവും കണക്കാക്കി അതിൻ്റെ ആ ഗുണവും ദോഷങ്ങൾ എടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് അതിനുള്ള തയ്യാറെടുപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളിതിന് മുതിരുള്ളൂ. ഇനി ഏതൊക്കെ കണ്ടീഷനാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. അത് രണ്ടായിട്ട് നമുക്കതിനെ വിഭജിക്കാം. ഒന്ന്, കുട്ടിക്ക് ജീവഹാനി വരുന്ന കാര്യങ്ങൾ. 2, കുട്ടിക്ക് ജീവഹാനി വരാത്തതും പക്ഷേ ഗർഭപാത്രത്തിൽ ഓപ്പറേഷൻ ചെയ്ത് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്ന കാര്യങ്ങൾ. ഇങ്ങനെ നമുക്കതിനെ രണ്ടായിട്ട് വിഭജിക്കാം. അപ്പോൾ ഉദാഹരണമായിട്ട് കുട്ടികളുടെ ലങ്സിൽ വരുന്ന ഒരു മുഴയുണ്ട്. നമ്മൾ സിപാം എന്നൊക്കെ പറയും അതിന്. അത് ലങ്സിൻ്റെ ഒരു ജന്മനയുള്ളൊരു വൈകല്യമാണ്. അതൊരു മുഴ പോലെ, ക്യാൻസർ അല്ല, പക്ഷെ ഒരു മുഴ പോലെ വളരും.
വളരുമ്പം അത് ഈ ഹാർട്ടിനെ തള്ളും. ഹാർട്ടിന് പിന്നെ ഇപ്പോൾ കൊച്ചിൻ്റെ ഹാർട്ടിനിടിക്കാനായിട്ടുള്ള സ്ഥലമില്ല. അപ്പോൾ രക്തോട്ടം കുറയും, കുട്ടി മരിക്കും. കുട്ടിക്ക് പൊതുവെ നീര് വെച്ച് കുട്ടി അങ്ങ് മരിക്കും. അപ്പോൾ ഇങ്ങനെ കുട്ടിക്ക് മരിക്കാനുള്ള ഇത് വന്നാൽ അതിൻ്റെ വിഷാംശങ്ങൾ, ടോക്സിൻ അത് അമ്മയ്ക്കും കിട്ടും. ചിലപ്പോൾ അമ്മയുടെ ജീവനും അതുകൊണ്ട് പോയിന്നിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ എന്തായാലും നമ്മൾ ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ. അതിൻ്റെ അവിടെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല അവിടെ. പക്ഷേ ഇനി നമ്മൾ എടുക്കുന്നത് വേറൊരു കണ്ടീഷനാണ്. ഇപ്പോൾ മൂത്ര തടസ്സം. ഇപ്പോൾ ഇത് ആൺകുട്ടികളിലാണ് കാണുന്നത്. നമ്മുടെ ഗർഭപാത്രത്തിൽ നിന്ന് വെച്ച് തന്നെ മൂത്രം കൊച്ചിന് പുറത്തോട്ട് ഒഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ കൊച്ചിൻ്റെ മൂത്രമാണ് നമ്മുടെ ഗർഭാശയത്തിലെ വെള്ളം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ വെള്ളം കുറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കൊച്ചിൻ്റെ മൂത്രം കുറഞ്ഞു, അല്ലെങ്കിൽ കൊച്ചിൻ്റെ കിഡ്നിക്ക് ഡാമേജ് വരിക. അപ്പോൾ ഈ മൂത്രനാളിയിലൊരു പാട പോലെ ഒരു തടസ്സം ഉണ്ടാവും ഈ കുട്ടികൾക്ക്. അപ്പോൾ അത് കാരണം കുട്ടിക്ക് മൂത്രം ഒഴിക്കുന്നില്ല, മൂത്രം കുട്ടിയുടെ മൂത്രാശയത്തിൽ കെട്ടിക്കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ പ്രഷർ കിഡ്നിയിലേക്ക് ചെല്ലണു, കിഡ്നി നശിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് അൾട്രാസൗണ്ട് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു 10-20 ആഴ്ച ഗർഭമുള്ളപ്പോൾ തന്നെ നമുക്കിത് അൾട്രാസൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്നുള്ള കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് കാരണം ഇത് കിഡ്നി ജനിക്കാൻ വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിഡ്നിക്ക് ഒരു എമൗണ്ട് വരെ അതിൻ്റെ ഒരു കേടുപാട് സംഭവിക്കും. അപ്പം ഇത് നമുക്ക് ഒരു കീഹോളായിട്ട്, അതായത് അമ്മയുടെ വയറ്റിൽ തുറന്നുള്ള ഓപ്പറേഷനല്ല, ഒരു കീഹോളായിട്ടൊരു ക്യാമറ ഇട്ടിട്ട് അത് കുട്ടിയുടെ വയറ്റിൽ ചെന്ന് അമ്മയുടെ വയറ്, ഗർഭപാത്രം, അത് കഴിഞ്ഞ് കുട്ടിയുടെ വയറിൽ ചെന്ന് കുട്ടിയുടെ മൂത്രാശയത്തിൽ ചെന്നിട്ട് ഇത് നമ്മൾ കണ്ടുപിടിച്ച് അതൊരു ലേസർ വെച്ച് നമുക്ക് കരിച്ച് കളയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുട്ടിയുടെ മൂത്രം പോയിക്കൊണ്ടിരിക്കും. മൂത്രം പോകുമ്പോൾ കിഡ്നിക്കുള്ള ആ തടസ്സം അല്ലെങ്കിൽ ആ പ്രഷർ കുറയും. കൊച്ചിൻ്റെ കിഡ്നി ചെയ്യാതിരുന്നതിനേക്കാളും മെച്ചപ്പെട്ട നിലയിലായിരിക്കും കുട്ടി പ്രസവിക്കുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ വളരെ നന്നായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ റിസ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പം പ്രസവം നേരത്തെ ആയിപ്പോവും. ഇവിടെ അമൃതയിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ചില കുട്ടികൾ കഴിയുമ്പോൾ എല്ലാം നന്നായി അവർ പോവും, പക്ഷേ കുറച്ച് കഴിയുമ്പം കുട്ടി അബോർഷനാവും. ഇല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ കുട്ടിക്ക് നമ്മുടെ വെള്ളം പോക്ക്, അമ്മയുടെ വയറ്റിൽ നിന്ന് വെള്ളം പോകാൻ തുടങ്ങും, ലീക്ക് വന്നിട്ട് അങ്ങനെ വെള്ളം പോകാൻ തുടങ്ങും, പിന്നെ ഇൻഫെക്ഷനാവും, പിന്നെ നമുക്ക് കുട്ടീനെ കിട്ടാണ്ട് പോകും. അപ്പോൾ ഈ ഒരു റിസ്ക് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഏത് കുട്ടിക്കാണ് നമ്മൾ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നത്, ഏത് കുട്ടിക്കാണ് ഇതുകൊണ്ട് പ്രയോജനം ഇല്ലാതിരിക്കുന്നത് എന്ന് നമ്മൾ ശരിക്കും ആലോചിച്ചാലേ ഇത് നമുക്ക് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി കുട്ടിയുടെ മൂത്രമാണ് അമ്മയുടെ വയറ്റിലെ വെള്ളം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഈ വയറ്റിലെ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഗർഭം മുന്നോട്ട് പോകുമ്പോൾ ഈ വയറ്റിലെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരുവാണെങ്കിൽ, അതുപോലെ നമ്മൾ കുട്ടിയുടെ അൾട്രാസൗണ്ട് വെച്ച് നോക്കുമ്പോൾ കുട്ടിയുടെ കിഡ്നി കാണാൻ പറ്റും. അപ്പോൾ കിഡ്നിക്ക് ചെറിയ ചെറിയ കൊമളകൾ പോലെ വരുവാണ്, അതിൻ്റെ അകത്ത് ഡാമേജിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണുവാണെങ്കിൽ ആ കുട്ടികൾക്ക് നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാതിരുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും കുട്ടി ജനിച്ചു കഴിയുമ്പോൾ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മളിത് ചെയ്യുന്നത് വലിയ അർത്ഥമില്ല. കാരണം പല കുട്ടികളും ഇത് കൂടാണ്ട്, ഇപ്പോൾ കിഡ്നിക്ക് ഡാമേജ് വരുന്നില്ലെങ്കിൽ അവർക്ക് സാധാരണ പ്രസവമാവാം. സാധാരണ പ്രസവം കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാട ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് ഈ പാട പൊട്ടിച്ച് കളയാം. അപ്പോൾ അവർക്ക് വലിയ പ്രശ്നമില്ലാണ്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ എന്തിനു വെറുതെ ആ കുട്ടിയെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നമ്മൾ അതിനൊരു സർജറിക്ക് വിധേയനാക്കണം എന്നുള്ളൊരു ചോദ്യം വരും. കാരണം ആ സർജറിക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ട്. കാരണം ഈ കുട്ടി നേരത്തെ പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ആ ബ്രെയിൻ വളരണതും ലങ്സ് വളരണതും എല്ലാം ഗർഭത്തിൻ്റെ അവസാന ആഴ്ചകളിലാണ്. അപ്പം ഒരു കുട്ടിക്ക് ലങ്സ് വളരാണ്ട്, ബ്രെയിൻ വളരാണ്ട് നേരത്തെ ഇപ്പോൾ 28 ആഴ്ചയിലോ 26 ആഴ്ചയിലോ 27 ആഴ്ചയിലോ ഒക്കെ ഒരു കുട്ടി പ്രസവിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അതിൻ്റേതായ വളർച്ചക്കുറവുകൾ കാണും. അപ്പോൾ നമ്മളിത് സർജറി ചെയ്യുമ്പോൾ, ഇപ്പോൾ കീഹോളായിട്ടാണ് ചെയ്യുന്നതെങ്കിലും ചെറുത് 2 മില്ലിമീറ്ററുള്ള ഒരു ടെലിസ്കോപ്പാണ് നമ്മൾ ഇടുന്നത്. ചെറിയ ഓട്ടയാണ്, പക്ഷെ എന്നാലും ആ കുട്ടിക്ക് പ്രശ്നങ്ങളുണ്ടാവാം, ഗർഭാലസി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഒരു നീഡിലിട്ടിട്ട്
അമ്മയുടെ വയറ്റിൽ കൂടെ ഒരു സൂചിയിട്ട് അൾട്രാസൗണ്ട് ഗൈഡഡായിട്ട് കുട്ടിയുടെ മൂത്രാശയത്തിൽ ചെന്ന് ആ മൂത്രം നമ്മൾ കുത്തിയെടുത്ത് പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുമ്പോൾ ആ മൂത്രത്തിലെ രാസവസ്തുക്കളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കിഡ്നി പ്രവർത്തിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ എത്രയുണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മളതൊരു 3 ദിവസം എടുത്ത് നോക്കും, ഈ സൂചിയിട്ട് കുട്ടിയുടെ മൂത്രാശയത്തിൽ നിന്നുള്ള മൂത്രം. അപ്പോൾ അത് നോക്കിക്കഴിയുമ്പം ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ കിഡ്നിയുടെ പ്രവർത്തനം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ മാത്രമേ നമ്മൾ ഒരു സർജറിക്ക് മുതിരുള്ളൂ. ഇല്ല, കിഡ്നി ഓൾറെഡി കംപ്ലീറ്റ് നശിച്ചു പോയിരിക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ പുറമെ ഒരു അബോർഷനുള്ള സാധ്യത കൂടി കൂട്ടുന്നതിനുള്ള അർത്ഥമില്ല. അപ്പം ഇതാണ് അതിൻ്റെ സിറ്റുവേഷൻ. ഈ കുട്ടി ജനിച്ച് കഴിഞ്ഞാലും നമുക്ക് ഒരു സിസ്കോപ്പി ചെയ്ത് ഈ പാട കംപ്ലീറ്റ് പോയിട്ടുണ്ടോ, ബാക്കിയുണ്ടോ, അതുപോലെ കിഡ്നിയുടെ സിറ്റുവേഷൻ ഇതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ട്. സർജറികൾ വേണ്ടി വന്നേക്കാം അതിന്. വേറൊരു കണ്ടീഷൻ നമുക്ക് സാധാരണ കാണുന്നത് സാക്രോകോസ്റ്റിയൽ ടെരട്ടോമ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതായത് കുട്ടിയുടെ പുറകിൽ വരുന്ന ഒരു മുഴ. ഇത് നമ്മൾ മൈലോമെനിങ്കോസിൽ എന്ന് പറയുന്ന നട്ടെല്ലിൻ്റെ ഒരു മുഴയുണ്ട്. അതല്ല, ഇത് കുട്ടിയുടെ നട്ടെല്ലിൻ്റെ അങ്ങേ അറ്റത്ത് മലദ്വാരത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന ഒരു മുഴയാണ്. അതൊരു ക്യാൻസർ പോലെയുള്ളൊരു മുഴയാണ്. അപ്പോൾ അതിലേക്ക് ഇഷ്ടം പോലെ രക്തസ്രാവം ഉണ്ടാവും. അവരെ രക്ത ഓട്ടവും അതിൽ കൂടെ കൂടും. കാരണം വലിയ മുഴ ആയതുകൊണ്ട് അതിൽ കൂടെ ഇഷ്ടം പോലെ രക്തക്കൊഴലുകളുണ്ട്. അപ്പോൾ കുട്ടിയുടെ ഹാർട്ടിന് കൂടുതൽ പമ്പ് ചെയ്യേണ്ടി വരും ഈ മുഴയിനെ നിലനിർത്താനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടി ഒരു ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മളെ പിന്നെയും ഇതുപോലെ അമ്മയുടെ വയറ് തുറന്ന് ഗർഭപാത്രം തുറന്ന് ഈ മുഴ മാത്രം പുറത്തേക്കെടുത്ത് അത് നമ്മൾ മുറിച്ച് കളയും. അപ്പോൾ ആ മുഴ മുറിച്ച് കളഞ്ഞു കഴിയുമ്പോൾ അതിലേക്കുള്ള രക്തോട്ടം പോകുമ്പോൾ കുട്ടിയുടെ ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കുറയും. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അത്യാവശ്യമാണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിന് മുതിരുള്ളൂ. അതായത് ഈ മുഴ അവിടെ ഇരിക്കുന്നതുകൊണ്ട് കുട്ടിക്കോ അമ്മയ്ക്കോ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ മുതിരുള്ളൂ. കാരണം ഇതിന് ഈ പറഞ്ഞ അബോർഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ സ്കാർ റപ്ചർ ചെയ്യാൻ യൂട്രസിന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ സ്കാർ പൊട്ടാനുള്ള സാധ്യതകളൊക്കെ ഇതിനുമുണ്ട്. അപ്പോൾ അതാണ്. വേറൊന്നുള്ളത് നമ്മുടെ ഈ മൈലോമെനിങ്കോസിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ നട്ടെല്ലിൽ വരുന്ന ഒരു ഡിഫക്റ്റാണ്. നട്ടെല്ലിൽ ആ എല്ല് പൂർണ്ണമായിട്ടും വരാണ്ട് മുതുകത്ത് ഒരു പാട പോലെ ഒരു കൊമള പോലെ ഒരു മുഴയായിട്ട് കുട്ടി ജനിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ആ പുറത്തേക്ക് വന്ന ആ ഞരമ്പുകൾക്ക് കേടുവരും. അപ്പോൾ ആ ഞരമ്പുകൾക്ക് കേട് വന്നാൽ അത് ആ പുറത്തേക്ക് തള്ളി വരുമ്പോൾ അതിൻ്റെ ആ വലിവ് കൊണ്ട് വരുന്ന കേടുണ്ട്. അതുപോലെ തന്നെ ജന്മന ശരിക്കും ഈ ഞരമ്പുകൾ ഉണ്ടാവാത്തതുകൊണ്ട് വരുന്ന കേടുമുണ്ട്. ജന്മനുള്ളൊരു വൈകല്യമാണല്ലോ. അപ്പോൾ ആ ബോൺ അവിടെ ഇല്ലാത്തതുകൊണ്ട് ആ ഞരമ്പിന് ശരിക്കും വളരാനുള്ള സാധ്യത ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ആ കുട്ടിക്ക് മുഴയായിട്ട് ഇങ്ങനെ ജനിക്കും. കാലിന് ചിലപ്പോൾ ബലക്കുറവുണ്ടാവും, മൂത്രത്തിനും മലത്തിനും ചിലപ്പോൾ കൺട്രോൾ ഉണ്ടാവില്ല. അങ്ങനെയായിരിക്കും ആ കുട്ടി ജനിക്കുന്നത്. ചിലപ്പോൾ ഈ കൊമള പൊട്ടിക്കഴിഞ്ഞാൽ ആ ഞരമ്പിന് തന്നെ കേടുവരും. കാരണം വെച്ചാൽ കുട്ടിയുടെ മൂത്രം, ഞാൻ പറഞ്ഞില്ല, കുട്ടിയുടെ മൂത്രമാണ് വയറ്റിലെ വെള്ളം. ആ മൂത്രത്തിൽ ഇഷ്ടംപോലെ യൂറിയ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ അത് ഈ ഞരമ്പുകൾക്ക് പിന്നെയും കേടുവരുത്തും. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാവുന്ന ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അമ്മയുടെ വയറ് തുറന്ന് ഗർഭപാത്രം തുറന്ന് ഈ മുഴ ഈ ഞരമ്പിനെയൊക്കെ അകത്തിട്ട് അവിടെ തൊലി കൊണ്ട് അത് ആ മുഴയുടെ അവിടെ അടയ്ക്കണം. പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ അമേരിക്കയിലൊരു വലിയ സ്റ്റഡി ഇതിനു വേണ്ടി നടന്നു, ഇത് ചെയ്തുകൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അവർ കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി നടക്കാനുള്ള സാധ്യത ഓപ്പറേഷൻ ചെയ്ത കുട്ടിയും ഓപ്പറേഷൻ ഇല്ലാത്ത കുട്ടിയും ചെയ്യാണ്ട് ജനിച്ച കുട്ടിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്ത കുട്ടിക്ക് ഇരട്ടി സാധ്യതയുണ്ട് സപ്പോർട്ട് കൂടാണ്ട് നടക്കാനായിട്ട്. അതുപോലെ തലയിൽ വെള്ളം കെട്ടുന്നതിനുള്ള സാധ്യത പകുതിയാവും ഓപ്പറേഷൻ ചെയ്താൽ, ഓപ്പറേഷൻ ചെയ്യാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തീർച്ചയായിട്ടും ഇത് ഈ കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് പ്രയോജനമുണ്ട്. പക്ഷേ ഒരു നോർമലായിട്ടുള്ളൊരു കുട്ടിയെ കിട്ടും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് എപ്പോഴും അച്ഛനമ്മമാർക്കുള്ള ഒരു കൺഫ്യൂഷൻ.
അതായത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാം, പക്ഷേ കുട്ടി എങ്ങനെയിരിക്കും, കുട്ടി നടക്കുമോ, കുട്ടിക്ക് മൂത്രത്തിനും മലത്തിനും കൺട്രോൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ കുട്ടിയുടെ തലയിൽ വെള്ളം കെട്ടുമോ, ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാം. ഓപ്പറേഷൻ ചെയ്താൽ ഓപ്പറേഷൻ ചെയ്യാത്ത കുട്ടീനേക്കാളും ബെറ്റർ ആയിരിക്കും, അത് തീർച്ചയാണ്. പക്ഷേ ഒരു 100% നമുക്ക് ആ കുട്ടി നോർമലായിരിക്കും നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെയുള്ള ഒരു പ്രയോജനമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ പലവരും ഈ കൈ വിരലില്ലാണ്ട്, കാലില്ലാതെ അല്ലെങ്കിൽ പാദം ഇല്ലാണ്ട് കുട്ടികൾ ജനിച്ച് കണ്ടു കാണും. ഇതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഈ വള്ളി നാരുകളുണ്ടാവും ഗർഭപാത്രത്തിൽ, അമ്നിയോട്ടിക് ബാൻഡ് എന്ന് പറയും. ഈ നാരുകൾ വന്ന് കൈ ഇപ്പോൾ വിരലിൻ്റെ ചുറ്റി കഴിയുമ്പം ആ വിരലിലേക്കുള്ള രക്തോട്ടം പോവും, അത് അവിടെ വെച്ചങ്ങ് മുറിഞ്ഞു പോകും. ഗർഭപാത്രത്തിൽ വെച്ച് അവിടെ ബാക്ടീരിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ഇൻഫെക്ഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ കുട്ടി ജനിക്കുമ്പം അവിടെ വിരലുണ്ടാവില്ല, അല്ലെങ്കിൽ വിരലിൻ്റെ പകുതി ഉണ്ടാവില്ല. അപ്പം ഇത് നമുക്ക് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അൾട്രാസൗണ്ട് വെച്ച് കാണാൻ സാധിക്കും. അപ്പോൾ അൾട്രാസൗണ്ട് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ലേസർ വയറിലേക്ക് ഇട്ട് ഒരു ഫിറ്റോസ്കോപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതാണ് ആദ്യം ഇടുന്നത്. അത് ആദ്യം ഇട്ട് കഴിയുമ്പോൾ കാണാൻ പറ്റും എവിടെയാണ് ഈ ഇതുള്ള പാടയുള്ള ഈ വള്ളി പോലെ ചുറ്റിയേക്കണേന്ന്. അത് ഒരു ലേസർ വെച്ച് നമ്മളങ്ങ് മുറിച്ച് കളഞ്ഞാൽ ഈ കുട്ടിയുടെ വിരലോ കൈയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. അത് വലിയൊരു പ്രയോജനമുള്ള കാര്യമാണ്. കാരണം കുട്ടിക്ക് കാര്യമായിട്ടുള്ള കേടൊന്നും വരുന്നില്ല. പിന്നെ ഗർഭം അലസി പോകാമെന്ന് ചോദിച്ചാൽ പോവാം, പക്ഷേ എന്നാലും ഒരു തുറന്ന ഓപ്പറേഷൻ പോലെ ഉള്ള ബുദ്ധിമുട്ടില്ല. കാരണം ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 മില്ലിമീറ്റർ സൈസുള്ള ഒരു ടെലിസ്കോപ്പാണ് നമ്മൾ ഇടുന്നത്. അപ്പം അതുകൊണ്ട് വലിയൊരു പ്രശ്നം വേണ്ട കാര്യമില്ല. പക്ഷേ കുട്ടിയുടെ കൈ അല്ലെങ്കിൽ കാല് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മുടെ. അപ്പോൾ എല്ലാ കേസുകൾക്കും പലരും എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, ഈ കിഡ്നിയിൽ ഇത്തിരി വീർമതയുണ്ട്, ഒരു കിഡ്നിക്ക് ഇത്തിരി വീർമതയുണ്ട്, അത് എന്തെങ്കിലും ചെയ്യണോ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം മറ്റേ കിഡ്നി ഉണ്ടല്ലോ. ഈ മറ്റേ കിഡ്നി നോർമലാണെങ്കിൽ ഇപ്പോൾ ഒരു കിഡ്നി മുഴുവൻ നശിച്ചു പോയാലും ആ കുട്ടിക്ക് ജീവിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഓപ്പറേഷൻ കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്നില്ലേ, ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്താലും ആൾ ജീവിക്കുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്കൊരു ഫീറ്റൽ സർജറിക്കുള്ള ഒരു ഇൻഡിക്കേഷൻ ഇല്ല. കാരണം നമ്മൾ ചിലപ്പോൾ ഈ ഫീറ്റൽ സർജറിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി മാസം വേണ്ട പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ബ്രെയിനും ഡെവലപ്പ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തതിൽ അർത്ഥമില്ലാതെ വരും. അതുപോലെ തന്നെ കിറിച്ചുണ്ടിനും നമ്മൾ നേരത്തെ ചെയ്യുന്നതിനൊരർത്ഥമില്ല. കാരണം ആ കുട്ടി ജനിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാം, പിന്നെ ഇതിനും ഗർഭപാത്രത്തിൽ ചെയ്യുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് പുറത്ത് വന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നമുക്ക് ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഗർഭപാത്രത്തിൽ വെച്ച് ചുരുക്ക കണ്ടീഷൻസ് ആസ് ഓഫ് നൗ ഇപ്പോൾ ലോകത്ത് അംഗീകരിച്ചിട്ടുള്ള ചുരുക്കം ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് നമ്മുടെ ഈ മൂത്രനാളിയിലുള്ള തടസ്സം, ലങ്സിൽ വരുന്ന മുഴകൾ, നട്ടെല്ലിൻ്റെ താഴെ വരുന്ന മുഴകൾ, നട്ടെല്ലിൻ്റെ വരുന്ന വൈകല്യങ്ങൾ, മുഴകൾ, ഇതൊക്കെയാണ് ഇപ്പം നമുക്ക് ഡെഫിനറ്റായിട്ട് ചെയ്താൽ പ്രയോജനം ഉണ്ടാവും എന്ന് പറയാനുള്ള സാധ്യതകൾ. താങ്ക് യു.